ശക്തമായ കൂട്ടായ്മ മതി എന്നൊരു നിലപാട് നിങ്ങൾ ഒരാൾ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ എന്താണ്, ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ഞങ്ങൾ നവംബർ 1-ാം തീയതിയാണ് നിലവിലുണ്ടായിരുന്ന രാപ്പകൽ സമരം ഇവിടെ അവസാനിപ്പിച്ചത്. ഞങ്ങൾ വീണ്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെടുത്ത നിലപാട് ആവർത്തിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, പൊതുസമൂഹത്തോട് ഈ ഗവൺമെൻറ് തൊഴിലാളി വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആശാവർക്കർമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി 266 ദിവസം ഇവിടെ സമരം ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ മുൻപ് വന്ന് നമ്മൾ ബൈറ്റ് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആശാവർക്കർമാർ തന്നെ മതി ഈ ഒരു പിണറായി വിജയനെ പുറത്താക്കാൻ, അവരുടെ ആ ഒരു ശക്തമായ കൂട്ടായ്മ മതി എന്നൊരു നിലപാട് നിങ്ങൾ ഒരാൾ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ എന്താണ്, ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ഞങ്ങൾ നവംബർ 1-ാം തീയതിയാണ് നിലവിലുണ്ടായിരുന്ന രാപ്പകൽ സമരം ഇവിടെ അവസാനിപ്പിച്ചത്. ഞങ്ങളന്ന് പ്രഖ്യാപിച്ചു. അന്ന് സർക്കാർ 1000 രൂപയായിരുന്നു ഓണറേറിയം വർദ്ധിപ്പിച്ചത്. ഈ ഗവൺമെൻറ് അവർ കഴിഞ്ഞ 2021 അധികാരത്തിൽ വരുന്നതിൻ്റെ ഭാഗമായി നടത്തിയ പ്രകടന പത്രികയിൽ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 700 രൂപ ദിവസവേതനം നൽകുമെന്നാണ്. അപ്പോൾ ഞങ്ങൾ ആ സമരം തീരുന്ന സമയത്തും 8,000 രൂപ ആയിട്ടുള്ളൂ വേതനം എന്ന് പറയുന്നത്, 21,000 ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 3.5 മാസം ഉണ്ടായിരുന്നു സമരം കഴിഞ്ഞിട്ട് ഈ സർക്കാരിന് വർദ്ധിപ്പിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ അന്ന് നിലപാടൊന്നും വ്യക്തമാക്കിയിരുന്നില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചില നിലപാടെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടില്ലെന്ന് മാത്രമല്ല, നിലവിലുണ്ടായിരുന്ന അശമാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഇൻസെൻറ്റീവ്, അതിന് ചില ഉപാധികൾ വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന തുക പകുതിയാക്കി കുറച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 4,000 രൂപയെ വളരെ വലിയൊരു വിഭാഗം ആശമാർക്ക് ലഭിക്കുന്നുള്ളൂ. ഇത് വലിയ കടുത്ത അനീതിയാണിത്. ഇതെങ്ങനെയാണ് ജോലി ചെയ്തതിന് ശേഷം കൂലി വാങ്ങാൻ നിബന്ധന വെക്കുന്നത്? അപ്പോൾ ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും നടക്കുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ വീണ്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെടുത്ത നിലപാട് ആവർത്തിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, പൊതുസമൂഹത്തോട് ഈ ഗവൺമെൻറ് തൊഴിലാളി വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഭരണത്തിൽ കയറിയപ്പോൾ അങ്ങനെ അല്ലായിരുന്നല്ലോ. തുടക്കം മുതലേ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ എടുത്തിരുന്നത്. അപ്പം ഭരണം കയ്യിൽ കിട്ടുമ്പോൾ ആ ഒരു നിലപാട് മാറ്റുന്നതായിട്ടാണോ തോന്നുന്നത്? തീർച്ചയായിട്ടും 100%. കാരണം ഇവിടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അതാ പറഞ്ഞത്, തൊട്ടപ്പുറത്ത് ആശാവർക്കർമാർ 100% സ്ത്രീ തൊഴിലാളികളാണ്. തൊട്ടപ്പുറത്ത് സമരം ചെയ്ത WCP പെൺകുട്ടികൾ അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അംഗൻവാടി തൊഴിലാളികൾ, പാചക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗം സ്ത്രീ തൊഴിലാളികൾ നടത്തിയ എല്ലാ സമരങ്ങളെയും ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അപ്പോൾ അതിന് സ്ത്രീപക്ഷം എന്ന് പറയുന്നത് വാക്കുകളിലേ ഉള്ളൂ, പ്രവൃത്തിയിലല്ല എന്നുള്ളത് ഞങ്ങൾ അനുഭവിച്ചറിയായിരുന്നു. അതുകൊണ്ടാണ് ആ നിലപാട് പറയുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സർക്കാർ ഇനി തുടർഭരണത്തിന് അർഹമല്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും. ഇതുകൊണ്ട് മാത്രമല്ല, കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന എല്ലാ നടപടിയും എടുത്ത് പരിശോധിച്ചാലും ഒരു കാരണവശാൽ തുടരാൻ അർഹതയില്ല. കാരണം തൊഴിലാളിക്ക് ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കാത്തൊരു ഗവൺമെൻറ് അവർ കോടിക്കണക്കിന് രൂപ, 100 കണക്കിന് കോടി രൂപ ധൂർത്തടിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഖജനാവിലെ പണം എന്തിന് വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു മുൻഗണന ഗവൺമെൻറ് നിശ്ചയിക്കണം. ഏറ്റവും പാവപ്പെട്ടവർക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്തതിന് ശേഷമാണ് മറ്റ് ധൂർത്തിനും മറ്റ് കാര്യങ്ങൾക്കും വിനിയോഗിക്കേണ്ടുന്നത്. ആ ഒരു പ്രയോറിറ്റി ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം തന്നെ നമ്മളിപ്പോൾ വാർത്തകൾ വന്നതാണ്, മോഹൻലാലുമായിട്ട് ഒരു അഭിമുഖം നടത്തിയതിന് കോടികളാണ് ചിലവഴിച്ചത്. അപ്പോൾ സാധാരണക്കാർ ഇവിടെ തെരുവിൽ കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ ചെയ്തികളൊക്കെ സാധാരണ ജനങ്ങൾക്ക് വെച്ച് പൊറുപ്പിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വരുന്ന സമയങ്ങളിൽ ഏതൊരു ഗവൺമെൻറ് ആണെങ്കിലും, ഏതൊരു മുന്നണിയാണെങ്കിലും, പാർട്ടിയാണെങ്കിലും അവരുടെ നിലപാടുകൾ ജനങ്ങൾ പരിശോധിച്ച് മാത്രമേ ഒരു തീരുമാനമെടുക്കാവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആശാമാരെ ഈ തെരുവിലിട്ട് പരിഹസിക്കുകയും അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളടക്കം നടത്തിയ ആളുകളെ കൂടെ ഇരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റിന് ഇനി തുടർന്ന് വരാൻ യാതൊരു അവകാശവുമില്ല.